സുഖാണോ? എന്ത് സുഖം? ഇവിടെ ആകെ പ്രശ്നങ്ങളാ. പ്രശ്നങ്ങളോ? എന്തു പറ്റിയെടുത്തി? മോളെ, വന്ദനയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണോ? കല്യാണം ഒന്നും പറയാൻ പറ്റില്ല. ഏട്ടത്തി കാര്യം പറ. ഈശ്വര, എന്തൊക്കെയാ നടക്കുന്നേ? ഇപ്പൊ ഇതൊരു മരണവീട് പോലെയാ ഏട്ടത്തി. ശരി വർഷേ, ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാൻ പിന്നീട് വിളിക്കാം. വെക്കട്ടെ. ഏട്ടാ, വീട്ടിലാകെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറുപ്പ് വന്ന് വഴക്കുണ്ടാക്കിയെന്ന്. എന്തിന്? അത് ആരും അറിയാതെ ജഗൻ ചേട്ടൻ വന്ദനേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടി. സത്യാണോ? ഏട്ടാ, എനിക്കൊന്ന് വീട്ടിലേക്ക് പോണം. എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കാമോ? വർഷേ, കൊണ്ടുപോവാം. പക്ഷേ വർഷ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ അത് അച്ഛനും അമ്മയ്ക്കും ഒരു ആശ്വാസമാകുമെന്ന് കരുതിയിട്ടാണെങ്കിൽ വേണ്ട. ആകെ തളർന്നിരിക്കുന്ന അവർക്ക് അത് സങ്കടമാകത്തേ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. മരുമകൻ വൈകി അറിഞ്ഞിരുന്നെങ്കിൽ എന്നാവും അവളുടെ പ്രാർത്ഥന. ഞാനിത് അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കുമ്പോഴാകും അവർക്ക് ആശ്വാസം കൂടുകയുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അയ്യോ, ഫ്രണ്ട് ഡോർ പൂട്ടാൻ മറക്കണ്ട. ഓക്കെ. വന്ദന എന്ന ജാതകദോഷക്കാരിയെ മുന്നിൽ നിർത്തി എന്തൊക്കെ അഗ്നിപരീക്ഷണങ്ങളാണ് ദേവി നീ നടത്തുന്നത്? കഴുത്തില് താലി വീഴാൻ യോഗമില്ലാത്ത പെണ്ണിന്റെ കഴുത്തില് അവള് പോലും അറിയാതെ താലി വീണിരിക്കുന്നു. അതൊക്കെ നിന്റെ മായയാണെന്ന് എനിക്കറിയാം എന്റെ അമ്മേ. വന്ദനയെ ജഗന്റെ ഭാര്യയായി വാഴിക്കുമോ എന്റെ അമ്മച്ചി നീ? അതോ താലിയും ചുമന്ന വിധവയായിട്ട് ജീവിക്കാനാണോ എന്റെ കുഞ്ഞിന്റെ വിധി? ഈ താലി ഞാൻ ഇവളുടെ കഴുത്തിൽ ചാർത്തിയതാണ്. ഈ താലി കെട്ടിയ ആളെ കണ്ടുപിടിച്ച വന്ദന അയാളെ ഭർത്താവായിട്ട് സ്വീകരിക്കൂ. വന്ദന വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സ്ത്രീ പൂർണ്ണതയിലെത്തിയെന്ന് വിളിച്ചറിയിക്കുന്ന സാക്ഷിമുദ്രയാണിത്. ഇതിൽ ദൈവികാംശമുണ്ട് മോളെ. ഇതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നവൾ പതിവ്രതയും ഭാഗ്യശാലിയും ആയിരിക്കും. കരയിലെ വന്ദനമ്മേ. വന്ദനമ്മേ ആരാ വരക്ക് പറഞ്ഞത്? അച്ഛനാണോ അതോ അച്ഛമ്മയാണോ?
ജഗനങ്ങളുമായിട്ടാണോ അമ്മ പിണങ്ങിയത്? ജഗനങ്ങളിന് വന്ദനമ്മേനെ വലിയ ഇഷ്ടമായിരുന്നല്ലോ. എന്താ വന്ദനമ്മേ പറ്റിയത്? കരയല്ലേ വന്ദനമ്മേ? വന്ദനമ്മ കരഞ്ഞ ദിയമ്മൾക്കും സങ്കടാവും. ദിയമ്മൾക്ക് വേറെ ആരുമില്ല വന്ദനമ്മേ. മാധവേട്ട എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്ത് സഹിക്കാൻ? മാധവേട്ടന്റെ തെറ്റിദ്ധാരണയും മൗനവും അത് സഹിക്കാവുന്നതിനപ്പുറം. എന്നെ സംശയത്തോടെ നോക്കുന്ന ഒരു മാധവേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് അതും കാണേണ്ടി വന്നു. എന്ത് വിധിയ മാധവേട്ട എന്റേത്? പത്തന്നയുടെ കഴുത്തിൽ ആരോ താലി കെട്ടിയെന്ന രഹസ്യം ഞാൻ നേരത്തെ അറിഞ്ഞതാ. ഒരവസരത്തിൽ ഞാൻ ആ താലി കാണാനിടയായി. ഞാൻ എന്റെ മോളെ തെറ്റിദ്ധരിച്ചു, തള്ളി. അപ്പോഴവൾ ആ രഹസ്യം എന്നോട് തുറന്നു പറഞ്ഞത്. ആരെ കെട്ടിയതെന്ന് അറിയാത്ത ആ താലിയുമായിട്ട് എന്റെ മോള് ശരിക്കും സങ്കടപ്പെടുക. ആരും എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ആരെയും എനിക്ക് വിശ്വാസമില്ല. ഭാര്യയും മക്കളെയും ജഗനെയും ആരെയും എനിക്ക് വിശ്വാസമില്ല. എല്ലാരും കൂടെ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു, ഒറ്റപ്പെടുത്തുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. മാധവൻ എന്നവരെ ഒരു രഹസ്യവും ചന്ദ്രികയിൽ നിന്ന് ഒളിച്ചു വച്ചിട്ടില്ല. വിവാഹം കഴിച്ച നാൾ മുതൽ ഇന്ന് വരെ ചന്ദ്രിക അറിയാത്ത ഒരു രഹസ്യവും മാധവനില്ല. അറിയോ? എനിക്കെല്ലാരെയും വിശ്വാസമായിരുന്നു. അമ്മയും മക്കളെയും ഭാര്യയും എല്ലാം. ആരും എന്നോട് ഒന്നും ഒളിച്ചു വെക്കില്ല എന്ന് ഞാൻ കരുതി. വിഡ്ഢിയാ ഞാൻ, പമ്പര വിഡ്ഢി. എല്ലാവരും മനസ്സിൽ രഹസ്യങ്ങൾ സൂക്ഷിച്ചപ്പോഴും മാധവൻ അറിഞ്ഞില്ല. മാധവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന്. എല്ലാരും കൂടി എന്നെ വെട്ടിവേഷം കെട്ടിച്ച് എന്നെ കോമാളിയാക്കിയ വിവരം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ജയിച്ചോ, നിങ്ങൾ എല്ലാരും ജയിച്ചോ. തോക്കാനിവിടെ ഒരുത്തനുണ്ടല്ലോ. നിങ്ങൾ വിശക്കാതിരിക്കാൻ, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കോവർ കഴുത. കഴുതയ്ക്ക് പോലും വിശ്രമം കാണും. പക്ഷേ മാധവൻ ഇന്നുവരെ വിശ്രമിച്ചിട്ടില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നാളെക്കുറിച്ചേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ ഭാര്യയും മക്കളെയും കുറിച്ചേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്നോടാ എല്ലാവരും ചേർന്ന് എല്ലാം മറച്ചു വെച്ചത്.
ചന്ദ്രു, നിന്നീന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. മധുവേട്ട, കരയരുത്. കരയാനുള്ള യോഗ്യത പോലും എന്റെ മുന്നിൽ നിനക്കില്ല. നാടകം, എല്ലാം നാടകമായിരുന്നു. ഈ നാടകത്തിൽ ബഫൂന്റെ വേഷം കെട്ടാൻ മാധവനും. ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. മധുവേട്ട, അല്പനേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കാനെങ്കിലും സമ്മതിക്ക്. ഒന്നിറങ്ങി പൊയ്ക്കൂടെ? പോകാൻ വയ്യെങ്കി വേണ്ട, ഞാൻ പൊക്കോളാം. ഇവിടെ ഇപ്പോ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് 10 കാശ് ഉണ്ടാക്കാൻ വഴി എന്താന്ന് ആലോചിക്കണം. 10 ദമ്പടി ഒപ്പിക്കാനുള്ള വഴിയുണ്ട്. ആ വഴി ശ്രമിച്ചു നോക്കാം. പ്രകാശേട്ടൻ ഇത് എങ്ങോട്ടാ? ഒന്ന് പുറത്തു പോണം. അതെന്തൊരു പോക്ക! ഇവിടെ നടക്കുന്നതൊന്നും പ്രകാശേട്ടൻ കാണുന്നില്ലേ? അതോ അതൊന്നും പ്രകാശേട്ടനെ ബാധിക്കുന്ന കാര്യമല്ലേ? പ്രകാശേട്ട, ഇവിടെ എല്ലാരും തളർന്നിരിക്കുക. അപ്പോഴല്ലേ കുടുംബത്തിന്റെ മൂത്ത മോനെന്ന നിലയിൽ പ്രകാശേട്ടൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? എന്താണാവോ ഇതുവരെ ഇല്ലാത്ത മൂത്ത മോന്റെ ഉത്തരവാദിത്തം? തളർന്നിരിക്കുന്ന അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കണം. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാന്നുള്ള വാക്ക് കൊടുത്ത് അവരെ സമാധാനിപ്പിക്കണം. അവളൊരു ഉപദേശം. നിന്റെ സാരോപദേശത്തിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാം തികഞ്ഞിരിക്കുക ഇവിടെ. ഈ നാണം കെട്ട ഏർപ്പാടിൽ ഇടപെടാൻ പ്രകാശിനെ കിട്ടില്ല. താലിയോഗമില്ലാത്ത ഒരുത്തിയെ അവളറിയാതെ ഒരുത്തൻ താലി കെട്ടിയിരിക്കുന്നു. കേട്ടുകളിവില്ലാത്ത സംഭവം. ഈ കുടുംബത്തിലെ പെണ്ണിനല്ലാതെ മറ്റേത് വീട്ടിലെ പെണ്ണിനാടി ഇങ്ങനൊരു നാറി അനുഭവം ഉണ്ടാവുന്നത്? ജഗനെ അടുപ്പിക്കരുന്ന് എല്ലാവർക്കും ഞാൻ പല പ്രാവശ്യമായി മുന്നറിയിപ്പ് നൽകിയതാ. അപ്പോ നിനക്കൊക്കെ അവൻ മാന്യനായി, പരോപകാരിയായി, എല്ലാ നല്ല ഗുണങ്ങളും ചാലിച്ചുണ്ടാക്കിയ ആൾ രൂപമായി. ഇപ്പൊ
നോവിയതൊന്നും അമ്മ അറിഞ്ഞല്ലേ? എന്താ അമ്മ ഇത്? മോളെ ഞാനത് അല്ല, കൊള്ളാം, ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. പാല് തിളച്ച് തൂവി ഗ്യാസ് ലീക്കായി അപകടം സംഭവിക്കില്ലേ? ഗ്യാസിന്റെ എന്തൊരു മണമായിരുന്നു. ആകെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുക മോളെ. അതിനിടയില് പാല് തിളച്ച് തൂകിപ്പോയാൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? ഗ്യാസ് ലീക്കായി മരിക്കട്ടെ. അമ്മേ, എന്തൊക്കെയാ മോളെ ഇവിടെ നടക്കുന്നത്? കാര്യങ്ങളൊക്കെ സഹിക്കുന്നതിലും അപ്പുറമായിട്ടുണ്ട്. അമ്മേ, ഒന്നും നമ്മള് ബോധപൂർവം വരുത്തി വെക്കുന്നതല്ലല്ലോ. അമ്മ മാറി, പാചകമൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മ ഇപ്പൊ ചെയ്താലും ഒന്നും ശരിയാവില്ല. അമ്മയുടെ മനസ്സാകെ കൈവിട്ട് നിൽക്കുക. എങ്ങനെ മനസ്സ് കൈവിടാതിരിക്കും മോളെ? ഒരമ്മയ്ക്ക് സഹിക്കാനാവാത്ത കാര്യങ്ങളാ നടന്നത്. എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിധിയുണ്ടോ? മോൾക്കറിയോ, ഇതുവരെ മാധവേട്ടനിന്ന് ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ലായിരുന്നു. ഞാനിത് നേരത്തെ അറിഞ്ഞിട്ട് മാധവേട്ടനിന്ന് മറച്ചു വെച്ചു എന്ന് മാധവേട്ടൻ കരുതുന്നത്. സത്യത്തിൽ ജഗനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു മോളെ. പോട്ടെ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. പയ്യെ കൊണ്ട് അച്ഛൻ എല്ലാ സത്യവും മനസ്സിലാവും. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ജഗൻ ഇത് ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വീട്ടിലെ ഓരോ ആവശ്യങ്ങൾക്കായും മനോജിനേക്കാളും പ്രകാശിനേക്കാളും ഉപകാരിയായി അവൻ കൂടെ നിന്നത് ഇതിനൊക്കെ വേണ്ടിയായിരുന്നോ? ദിയമോളെ സ്കൂളിൽ നിന്ന് കാണാതായപ്പോ ഒരു രാത്രി മുഴുവൻ വന്ദനയ്ക്കൊപ്പം എല്ലായിടത്തും അന്വേഷിക്കാൻ പോയപ്പോ ഞാൻ കരുതി അവളെ സ്നേഹിക്കുന്ന ഒരു സഹോദരന്റെ സ്ഥാനത്താ ജഗനെന്ന്. അവന്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയൊന്നായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹരിതയുടെ സഹോദരനാണെങ്കിലും ഈ വീടിന്റെ 7 അയലത്ത് ഞാൻ അടുപ്പിക്കില്ലായിരുന്നു. അവൻ എന്റെ മോളോട് ചെയ്തത് കൊടുംചതിയല്ലേ മോളെ? വന്ദനയുടെ കഴുത്തിൽ ആരും അറിയാതെ താലി കെട്ടുക, എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നടക്കുക. കള്ളന്റെ മനസ്സല്ലേ അവന്? നമ്മളെ ഈ യാഗത്തിന് സുജാതിയുമായി പോയ ദിവസേ നിത്യയാണെന്ന് കരുതി ജീവൻ കടന്നു പിടിച്ചത് വന്ദനയായിരുന്നു. അന്ന് ജഗനും ജീവനും തമ്മിൽ നല്ല വഴക്കായി, അടിയായി. അന്ന മോളെ വന്ദനയുടെ കഴുത്തിൽ താലിയുണ്ടെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. വന്ദന അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. മോളെ, ഈ ജഗന് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ കണ്ടുപിടിക്കാനായി ഞാൻ ഏൽപ്പിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിയേ. എന്നിട്ടും ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ല മോളെ. എന്റെ വന്ദനയുടെ ജീവിതം കൊണ്ട് അവൻ കളിച്ചത് മോളെ. അവനിനി ഏത് അമ്പലങ്ങളിൽ കയറി ഇറങ്ങിയാലും അവന് ഗതി പിടിക്കില്ല. അവൻ ഗതി പിടിക്കില്ല മോളെ. അത്രയ്ക്ക് ദുഷ്ടനവൻ. അവളെ 10 മാസം വയറ്റി ചുമന്ന ഒരമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള വേദന കൊണ്ട് പറയാ മോളെ, അവന് ഒരു കാലത്തും മനസ്സമാധാനം കിട്ടില്ല. എനിക്ക് ഉറപ്പാ. അതാരാണെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. അമ്മ ഗ്യാസ് ഒന്നും ഓൺ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, എവിടെയെങ്കിലും പോയി ഇരുന്നാ മതി.
ഇത്രയൊക്കെ ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഇങ്ങോട്ട് വരാൻ നാണമില്ലേ നിനക്ക്? ദുരുദ്ദേശമൊന്നുമില്ല. താലി കെട്ടിയ പുരുഷന് അവൻ താലി കെട്ടിയ പെണ്ണിനോട് ചില കടമകളും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. അത് പാലിക്കാനാണ് ഞാൻ വന്നത്. കൊള്ളാം. കടമകളും ഉത്തരവാദിത്തങ്ങളും പാലിക്കാൻ വന്ന മാതൃകാ ഭർത്താവ്. കഴുത്തിൽ താലി കെട്ടിയ പെണ്ണിനെ ഇനി നീ കണ്ടിട്ട് വേണ്ടേ? ഒരു പെണ്ണ് നിന്നെ വിശ്വസിക്കില്ല, ഇഷ്ടപ്പെടുകയില്ല. അത്രയ്ക്ക് ചതിയാ നീ ചെയ്തത്. ഇറങ്ങിപ്പോകാൻ ഞാനായിട്ട് പറയുന്നില്ല. ചന്ദ്രികമ്മേ, ഞാൻ വായടക്കടാ. ചന്ദ്രികാമ്മ, അമ്മ എന്ന് ചേർത്ത് വിളിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല.